Welcome to RK's Stories. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 29. രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ. സഗായ് പറഞ്ഞത് കേട്ട് പുറകോട്ടു മാറിയ ബേരിയ തിരിഞ്ഞ് ആരുഷിന്റെ നേർക്ക് കുതിച്ചു. അലച്ചു പെയ്യുന്ന മഴയിൽ ജോൺസന്റെയും ആൽബർട്ടിന്റെയും മുന്നിലേക്ക് കയറി സഗായ് വാൾ ചുഴറ്റിക്കൊണ്ട് നിന്നു. ജോൺസ്, നീ ആ വില്ലെടുത്ത് കാര്യം നടത്താൻ നോക്ക്, ഇവളെ എനിക്ക് വിട്ടേക്ക്. താഴെ കിടന്നിരുന്ന വില്ലും അസ്ത്രവും ചൂണ്ടി ജോൺസണോട് പറഞ്ഞിട്ട് ആൽബർട്ട് സഗായിയെ നേരിട്ടു. ജോൺസൺ പുറകോട്ടു മാറി താഴെ കിടക്കുന്ന വില്ലെടുക്കാൻ ശ്രമിച്ചു. അത് കണ്ട് ആരുഷിന്റെ അടുത്ത് നിന്നിരുന്ന ഗംഗ കയ്യിലിരുന്ന വാൾമുന നിലത്ത് പാറക്കെട്ടുകളിൽ ഉരച്ചും കൊണ്ട് ജോൺസനെ ലക്ഷ്യമാക്കി ഓടി. പാറകളിൽ ഉരഞ്ഞു നീങ്ങിയ വാൾമുനയിൽ നിന്നും തീപ്പൊരികൾ ചിതറിത്തെറിച്ചു. സഗായിയുടെയും ആൽബർട്ടിന്റെയും തലയ്ക്ക് മുകളിൽ കൂടി ചാടിയ ഗംഗ നിലത്തുനിന്നും വില്ലെടുക്കാൻ ശ്രമിക്കുകയായിരുന്ന ജോൺസന്റെ മുന്നിലായി നിലത്തമർന്നു. താഴെ കിടന്ന വില്ല് എടുക്കാൻ ശ്രമിക്കുകയായിരുന്ന ജോൺസൺ അതിനു മുകളിലേക്ക് ആരോ കാലെടുത്ത് വെച്ചത് കണ്ട് തല ഉയർത്തി നോക്കി. മുന്നിൽ വാളുമായി നിൽക്കുന്ന ഗംഗയെ കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഹായ് ബേബി, നൗ യു ഡോണ്ട് വാണ്ട് യുവർ റെഗുലർ സ്റ്റഫ്? അവളെ നോക്കി ജോൺസൺ ചോദിച്ചു. നോ മാൻ, നൗ ഐ വാണ്ട് ദിസ് ബ്ലഡി സ്റ്റഫ്. കയ്യിലിരുന്ന വാളുകൊണ്ട് ആ വില്ലിലൊന്ന് തട്ടിയിട്ട് അവൾ മറുപടി പറഞ്ഞു. ഓക്കേ, then take it, it's all yours. കൈമലർത്തി പുറകോട്ട് മാറിയിട്ട് ജോൺസണും പറഞ്ഞു. ഗംഗ കയ്യിലിരുന്ന വാൾ ഉയർത്തി ആ വില്ലിന് നേരെ ആഞ്ഞു വീശി. എന്നാൽ വാൾമൂന ആ വില്ലിൽ തൊടുന്നതിന് മുൻപ് ഒരു കറ്റാന ആ വാളിനെ തടഞ്ഞു നിർത്തി. തല ചരിച്ചു നോക്കിയ ഗംഗ കണ്ടത് കയ്യിൽ കറ്റാനയുമായി അവളെ നോക്കി ചിരിക്കുന്ന ജോൺസനെയാണ്. ആരുഷിന് നേരെ ഓടിയെത്തിയ ബേരിയ മുകളിലേക്ക് ഉയർന്നു ചാടി വാൾ അവന്റെ തലയ്ക്ക് ലക്ഷ്യമാക്കി ആഞ്ഞു വീശി. തല പിളർക്കുവാൻ പോകുന്ന ശക്തമായ പ്രഹരം ആരുഷ് തന്റെ വലത് കയ്യിലിരുന്ന വാളിന്റെ മറ്റേ അഗ്രം ഇടത് കൈകൊണ്ട് താങ്ങി തലയ്ക്ക് മുകളിൽ വിലങ്ങനെ വെച്ച് തടുത്തു. അതോടൊപ്പം തന്നെ അവൻ വലത് കാലുയർത്തി താഴേക്ക് വന്ന ബേരിയയുടെ നെഞ്ചിൽ ഊക്കോടെ ചവിട്ടി. പിന്നിലേക്ക് മറിഞ്ഞ ബേരിയ അന്തരീക്ഷത്തിൽ കൂടെ ഒന്ന് കറങ്ങി ആരുഷിന്റെ പുറകിലായി നിലത്തേക്ക് വീണു. ചാടി എഴുന്നേറ്റവൻ വീണ്ടും വാൾ ചുഴറ്റിക്കൊണ്ട് ആരുഷിന്റെ നേർക്ക് കുതിച്ചു. കയ്യിലിരുന്ന വാൾ ഇടത്തേക്കൊന്ന് കറക്കി വലതുകാൽ പുറകിലേക്ക് വെച്ച് ഇടത് കൈ മുന്നോട്ട് നീട്ടി ആരുഷ് ആ ആക്രമണം തടയാൻ തയ്യാറെടുത്തു. അപ്പുറത്ത് ഇടതും വലതും മാറി കണ്ണഞ്ചുന്ന വേഗതയിൽ വാൾ വീശിക്കൊണ്ടിരുന്ന സഗായുടെ പ്രഹരങ്ങളിൽ നിന്നും ആൽബർട്ട് വിദഗ്ധമായി ഒഴിഞ്ഞു മാറി കറ്റാന ഉപയോഗിച്ച് തടഞ്ഞുകൊണ്ടിരുന്നു. ഇരുകൈകളും വാളിന്റെ പിടിയിൽ പിടിച്ച് സഗായ് വീശിയ വാൾ കറ്റാന ഉപയോഗിച്ച് തടുത്തു നിർത്തിയിട്ട് ആൽബർട്ട് അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. തൊട്ടടുത്ത് നിന്നിരുന്ന അവൾ തന്റെ വലത് തോളുപയോഗിച്ച് ആൽബർട്ടിന്റെ മുഖത്തേക്ക് പഞ്ച് ചെയ്തു. അവളുടെ തോളിലെ പടച്ചട്ടയുടെ ആ കൂർത്ത അറ്റം അവന്റെ കവിളിൽ ഉരഞ്ഞ് മുറിവുണ്ടാക്കി. പുറകോട്ടു മാറി വേദനയോടെ തലകുടഞ്ഞ ആൽബർട്ടിന്റെ നെഞ്ചിൻ കൂട് നോക്കി സഗായ് വാൾ നിലത്ത് കുത്തിയിട്ട് ഒന്ന് ചരിഞ്ഞ് ചാടി ചവിട്ടി. ചവിട്ടേറ്റ് ആൽബർട്ട് പുറകോട്ട് തെറിച്ചു വീണ തക്കം നോക്കി സഗായ് ആ വില്ലെടുക്കാനായി ഓടി. ചാടി എഴുന്നേറ്റ ആൽബർട്ട് കയ്യിലിരുന്ന കറ്റാന മുന്നിലേക്കോടുന്ന സഗായിയെ ലക്ഷ്യമാക്കി ഒരു കുന്തം പോലെ ആഞ്ഞെറിഞ്ഞു. തന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വന്ന ജോൺസന്റെ വാളിൽ നിന്നും താഴേക്ക് ഇരുന്ന് ഒഴിഞ്ഞു മാറുന്ന സമയത്താണ് ഗംഗ വില്ലിനടുത്തേക്ക് ഓടിയെത്തുന്ന സഗായിയെയും അവൾക്ക് പുറകിൽ ചീറിപ്പാഞ്ഞെത്തുന്ന കറ്റാനയും കണ്ടത്. അതേസമയം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയ സഗായിയും തന്റെ നേരെ പാഞ്ഞു വരുന്ന കറ്റാന കണ്ട് ഒന്ന് പകച്ചു. ഇരുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് വലതുകാൽ കൊണ്ട് ഗംഗ പുറകോട്ടേക്കൊന്ന് കിക്ക് ചെയ്തു. അവളെ ആക്രമിക്കാൻ മുന്നിലേക്ക് കയറിയ ജോൺസൺ അപ്രതീക്ഷിതമായ ചവിട്ടേറ്റ് പുറകോട്ട് വേച്ചുപോയി. ആ സമയം ചാടി എഴുന്നേറ്റ ഗംഗ മറ്റൊന്നും ആലോചിക്കാതെ കയ്യിലിരുന്ന വാൾ വീശി സഗായിക്ക് നേരെ മൂളിപ്പാഞ്ഞു വന്ന ആ കറ്റാനയിൽ ആഞ്ഞു വെട്ടി. രണ്ടായി മുറിഞ്ഞ ആൽബർട്ടിന്റെ കറ്റാന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ താഴേക്ക് എവിടേക്കോ തെറിച്ചുപോയി. ആ കറ്റാനയുടെ ഭാഗങ്ങൾ പാറക്കൂട്ടങ്ങളിൽ തട്ടി താഴേക്ക് പോകുന്ന ശബ്ദം കുലംകുത്തി പെയ്യുന്ന മഴയുടെ ശബ്ദത്തിന് മുകളിലായി മുഴങ്ങിക്കേട്ടു. തന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച ഗംഗയെ സഗായ് അത്ഭുതത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. അടുത്ത നിമിഷം ഗംഗയുടെ അടുത്തേക്ക് ചാടിയെത്തിയ സഗായ് തന്റെ വാള് കടിച്ചു പിടിച്ചിട്ട് ഗംഗയുടെ ഇരു തോളുകളിലും പിടിച്ച് അവളെ താഴേക്ക് അമർത്തി. അതോടൊപ്പം സ്വയം പുറകിലേക്ക് വെട്ടിമാറുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലാവാതെ പകച്ചിരുന്ന ഗംഗയുടെ തലക്ക് മുകളിൽ കൂടി പുറകിൽ നിന്നും ജോൺസൺ വീശിയ കറ്റാന ഒരു മൂളലോടെ പാഞ്ഞുപോയി. പകരത്തിന് പകരമായി അവൾ തന്നെ രക്ഷിച്ചതാണെന്ന് മനസ്സിലാക്കിയ ഗംഗ സഗായിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നാൽ അവളത് വകവയ്ക്കാതെ താഴെ വീണ് കിടന്നിരുന്ന വില്ലിന് നേരെ വീണ്ടും ഓടുകയാണ് ചെയ്തത്. അല്പം ഒന്ന് ശ്രദ്ധ തെറ്റിയ ഗംഗ തനിക്ക് നേരെ ജോൺസൺ വീണ്ടും കറ്റാന ഉയർത്തുന്നത് കണ്ടില്ല. മറ്റൊന്നും ആലോചിക്കാതെ
വില്ലെടുക്കാൻ ശ്രമിക്കുന്ന സഗായിയുടെ അടുത്തേക്ക് ഗംഗയും ഓടാൻ ശ്രമിച്ചു. ദേവാ സൂക്ഷിക്ക്! കുറച്ചപ്പുറത്ത് ബേരിയയുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരുഷിന്റെ അലർച്ച കേട്ട് ഗംഗ ഞെട്ടിത്തിരിഞ്ഞു. ആരുഷ് എറിഞ്ഞ ഏറ് കത്തി അവരുടെ അടുത്തുകൂടെ ചീറിപ്പാഞ്ഞുപോയി. ജോൺസന്റെ കരച്ചിൽ കേട്ടാണ് ഗംഗ സ്വബോധത്തിലേക്ക് തിരികെ വന്നത്. ജോൺസന്റെ ഇടത് കൈയിൽ കുത്തിത്തറച്ചിരിക്കുന്ന ഏറുകത്തി, അതിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചോര താഴേക്ക് ഇറ്റു വീഴുന്നു. ആ ഏറുകത്തി വലിച്ചൂരിയെടുക്കുവാൻ ശ്രമിക്കുന്ന ജോൺസനെ വിട്ടിട്ട് ഗംഗ വീണ്ടും സഗായിയുടെ നേരെ തിരിഞ്ഞു. വാളുറയിലേക്ക് ഇട്ടിട്ട് താഴെ കിടന്നിരുന്ന അമ്പും വില്ലും എടുത്ത് ആരുഷിനെ നോക്കി ഉന്നം പിടിക്കുന്ന സഗായി. ഗംഗ വീണ്ടും അവളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചുവെങ്കിലും പുറകിൽ നിന്നും ഒരു ചവിട്ടേറ്റ് അവൾ തെറിച്ചു വീണു. താഴെ കിടന്ന് നോക്കിയ ഗംഗ മുന്നോട്ട് ഓടുന്ന ആൽബർട്ടിനെയാണ് കണ്ടത്. പാഞ്ഞു ചെന്ന അയാൾ സഗായിയെ ഇരു കൈകളിലും എടുത്തു പൊക്കി വലിച്ചെറിഞ്ഞു. കയ്യിൽ തറച്ചിരുന്ന കത്തി വലിച്ചൂരി എടുക്കുകയായിരുന്ന ജോൺസന്റെ മുന്നിലേക്കാണ് അവൾ ചെന്ന് വീണത്. തൊട്ടപ്പുറത്ത് ഇടവും വലവും ഒഴിഞ്ഞു മാറിയും ചാടി അമർന്നും മുന്നോട്ട് കുതിച്ചും ബേരിയയും ആരുഷും പോരാടിക്കൊണ്ടിരുന്നു. ഇരുകൈകളിലേക്കും വാള് മാറി മാറി പിടിച്ചുകൊണ്ട് ആരുഷ് ബേരിയയെ ആക്രമിച്ചു. വാളുകൾ പരസ്പരം കോർത്ത് അവൻ ബേരിയയെ പുറകിലേക്ക് തള്ളി മാറ്റി. മുകളിലേക്ക് ചാടിയ ബേരിയ മുകളിലെ പാറക്കെട്ടിൽ ഒന്ന് കാലുകുത്തി വീണ്ടും ആരുഷിന്റെ നേർക്ക് കുതിച്ചു. താഴേക്ക് ചാടി വരുന്ന സമയം അവൻ മറ്റൊരു വാളുകൂടി പുറകിൽ നിന്നും വലിച്ചെടുത്തു. തലയ്ക്ക് നേരെ പാഞ്ഞു വരുന്ന വാളുകളിൽ നിന്നും നിലത്തേക്കമർന്ന് ഉരുണ്ടുമാറിയ ആരുഷിന്റെ കൈകൾ കാലിൽ ഷോർട്സിനകത്ത് കെട്ടിവെച്ചിരുന്ന കത്തിയിലേക്ക് നീണ്ടു. ഇരു കൈകളിലും വാളുകൾ പിടിച്ച് ബേരിയ ആരുഷിനെ ആക്രമിച്ചു. പുറകോട്ട് ഒഴിഞ്ഞുമാറിയ ആരുഷിന്റെ ഇടത് കൈയിൽ ചെറിയൊരു കത്തി വെട്ടിത്തിളങ്ങി. ബേരിയ മുകളിലേക്ക് ഉയർത്തി ഒരുമിച്ച് വീശിയ രണ്ടു വാളുകളെയും തന്റെ വലത് കയ്യിലിരുന്ന വാളുകൊണ്ട് തടഞ്ഞതിനൊപ്പം ഇടത് കയ്യിലിരുന്ന കത്തി ആരുഷ് ബേരിയയുടെ ഇടത് തോളിലേക്ക് കുത്തിയിറക്കി. ഒന്ന് അലറിയ ബേരിയ പുറകിലേക്ക് മാറിയിട്ട് ആ കത്തി വലിച്ചൂരിയെടുത്തു. ആരുഷിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബേരിയയുടെ ആ മുറിവ് ഉണങ്ങാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ച് ആരുഷിന്റെ കയ്യിലിരുന്ന വാളിൽ സ്പാർക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. മുന്നോട്ട് ചാടിയവൻ ആ വാള് ബേരിയയുടെ മുറിവിലേക്ക് വീണ്ടും കുത്തിയിറക്കി. പച്ച മാംസത്തിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് വെക്കുമ്പോൾ കേൾക്കുന്നത് പോലൊരു ശബ്ദം. വേദന സഹിക്കാനാവാതെ ബേരിയ ഉറക്കെ കരഞ്ഞു. അവന്റെ കൈകളിൽ നിന്നും ആ വാളുകൾ താഴേക്ക് ഊർന്നു വീണു. അപ്പുറത്ത് നിലത്ത് വീണുകിടന്നിരുന്ന അമ്പും വില്ലും എടുത്തുയർത്തിയ ആൽബർട്ട് ബേരിയയുടെ മുറിവിൽ വാള് കുത്തിയിറക്കുന്ന ആരുഷിന്റെ നേരെ ഉന്നം പിടിച്ചു. തൊട്ടടുത്ത് കയ്യിൽ തറച്ചിരുന്ന ഏറുകത്തി വലിച്ചെറിഞ്ഞിട്ട് ജോൺസൺ തന്റെ മുന്നിൽ വീണുകിടന്ന സഗായിയുടെ നെഞ്ചിലേക്ക് കറ്റാനെടുത്ത് ആഞ്ഞുകുത്തി. കൃത്യസമയത്ത് ഉരുണ്ടുമാറിയെങ്കിലും അവളുടെ ഇടത് കൈത്തണ്ട തുളച്ചാണ് ആ കറ്റാന നിന്നത്. അമർത്തിയ കരച്ചിലൂടെ നിലത്ത് കിടന്ന് തിരികെ ഒന്ന് ഉരുണ്ട അവൾ ഉറയിൽ നിന്നും വാൾ ഊരിയെടുത്ത് താഴേക്ക് കുനിഞ്ഞു നിൽക്കുകയായിരുന്ന ജോൺസന്റെ നെഞ്ചിലേക്ക് ആ വാള് കുത്തിയിറക്കി. ജോൺസന്റെ അലറിക്കരച്ചിൽ കേട്ട് തിരിഞ്ഞ ആൽബർട്ട് കണ്ടത് അവന്റെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ച് തന്റെ വാൾ ഊരിയെടുക്കുന്ന സഗായിയാണ്. അവന്റെ നെഞ്ചിൽ നിന്നും ഒഴുകിയ ചോര മഴവെള്ളവുമായി കലർന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്കൊഴുകി. അനിയന്റെ മരണം മുന്നിൽ കണ്ട ആൽബർട്ടിന്റെ രക്തം തിളച്ചു. ആരുഷിനെ വധിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ആ അസ്ത്രം ആൽബർട്ടിന്റെ വില്ലിൽ നിന്നും സഗായിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞു. മനസ്സിൽ ചിതയിലേക്ക് ചാടുന്ന സഗായിയുടെ രൂപം തെളിഞ്ഞ ഗംഗ ചാടി എഴുന്നേറ്റ് പാഞ്ഞു വരുന്ന അസ്ത്രത്തിന്റെ മുന്നിൽ നിന്നും അവളെ തള്ളി മാറ്റി. എന്നാൽ സ്വയം ആ അസ്ത്രത്തിന്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഗംഗയ്ക്ക് സാധിച്ചില്ല. അവരുടെ കഴുത്തിൽ തുളച്ചു കയറി ആ അസ്ത്രം നിന്നു. ദേവാ! അലറിക്കരഞ്ഞും കൊണ്ട് ആരുഷ് അവളുടെ അടുത്തേക്ക് ഓടി. ആൽബർട്ട് മുന്നിലേക്ക് കയറി ആരുഷിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. മുന്നിലേക്ക് ഓടുന്നതിനിടയിൽ ആരുഷിന്റെ കയ്യിലിരുന്ന വാളൊന്ന് കറങ്ങിത്തിരിഞ്ഞു. ശിരസറ്റ ആൽബർട്ടിന്റെ ശരീരം താഴേക്ക് വീണ് കിടന്ന് പിടഞ്ഞു. ആരുഷ് ഓടിയെത്തിയപ്പോഴേക്കും താഴേക്ക് വീഴാൻ പോയ ഗംഗയെ സഗായി താങ്ങിയിരുന്നു. താഴേക്കിരുന്ന് ഗംഗയുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് അവൾ ഓടിയെത്തിയ ആരുഷിനെ നോക്കി. എന്തിനെന്നറിയാതെ സഗായിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താഴേക്കിരുന്ന ആരുഷ് ഗംഗയുടെ ഇരു കവിളുകളിലും പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിറഞ്ഞൊഴുകി അവന്റെ കണ്ണുനീർ അവളുടെ ആ കവിളുകളിലേക്ക് ഒഴുകി വീണു. ഗംഗ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. കൈയെത്തിച്ച് അവന്റെ ഉടുപ്പിൽ പിടിച്ച് ആ മുഖം അവൾ താഴേക്ക് വലിച്ചു താഴ്ത്തി. ആരു, ഇനി നിന്നെ ആരും കൊല്ലില്ല. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി തയ്യാറാക്കിയ അസ്ത്രങ്ങളിൽ ഒന്നാ എന്റെ കഴുത്തിൽ തറച്ചിരിക്കുന്നെ. ഇനി നീ പേടിക്കണ്ട. അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തിട്ട് അവൾ അവന്റെ കാതിൽ പതുക്കെ മന്ത്രിച്ചു. സംസാരിച്ചപ്പോൾ അവളുടെ വായിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചോര കൈകൾ കൊണ്ട് തുടച്ചിട്ട് അവൻ അലറിക്കരഞ്ഞു. ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ കേട്ടാണ് സഗായി തല ഉയർത്തി നോക്കിയത്. മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന 6 വിചിത്ര രൂപികൾ.
അവരെ ഇരു കൈകളിലും വാളേന്തി തടയുന്ന ബേരിയ. തങ്ങളുടെ കയ്യിലിരിക്കുന്ന കുന്തം പോലെയുള്ള ആയുധം കൊണ്ട് അവർ അവനെ ആക്രമിക്കുകയാണ്. മുത്തച്ഛൻ പറഞ്ഞ അന്യഗ്രഹ ജീവികളാണ് അതെന്ന് സഗായിക്ക് മനസ്സിലായി. ഗംഗയെ ആരുഷിന്റെ മടിയിലേക്ക് കയറ്റി കിടത്തിയിട്ട് അവൾ വാൾ ചുഴറ്റിക്കൊണ്ട് എഴുന്നേറ്റു. ആ സമയം അന്തരീക്ഷത്തിൽ നിന്നും ചിറകടി ശബ്ദങ്ങൾ മുഴങ്ങി. ഞാൻ പറഞ്ഞില്ലേ അവര് വരുമെന്ന്. ആരുഷിന്റെ മടിയിൽ കിടന്ന് മുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഗംഗ പറഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മുകളിലേക്ക് നോക്കി ആരുഷിന്റെ മുന്നിലേക്ക് അസാധാരണ വലിപ്പമുള്ള 3 കൃഷ്ണപ്പരുന്തുകൾ പറന്നിറങ്ങി. അവർ നോക്കി നിൽക്കെ ആ കൃഷ്ണപ്പരുന്തുകൾ മനുഷ്യരൂപങ്ങൾ പ്രാപിച്ചു. ഇളം നീല ശരീരമുള്ള സുന്ദരനായ ഒരു പുരുഷനും 2 യുവതികളും. ആ യുവാവിന്റെ കൃഷ്ണമണികൾക്കും നീല നിറമായിരുന്നു. യുവതികളിൽ ഒരാളുടെ കൃഷ്ണമണിക്ക് മരതകപ്പച്ച നിറവും. രുദ്രനും കുമാരിമാരും. ഗംഗയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. രുദ്രൻ ആരുഷിന്റെ മടിയിൽ കിടക്കുകയായിരുന്ന ഗംഗയുടെ അടുത്തേക്ക് നടന്നപ്പോൾ ആ യുവതികൾ 2 പേരും ബേരിയയുമായി പോരാടിക്കൊണ്ടിരുന്ന അന്യഗ്രഹ ജീവികളുടെ നേരെ പാഞ്ഞു. അതിലൊരു യുവതിയുടെ കയ്യിൽ ത്രിശൂലവും മറ്റൊരാളുടെ കയ്യിൽ നീളമേറിയ ഒരു വാളും പ്രത്യക്ഷപ്പെട്ടു. വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളുമേന്തി അലറിക്കൊണ്ട് അവർ ആ അന്യഗ്രഹ ജീവികളെ ആക്രമിച്ചു. ആരുഷിന്റെയും ഗംഗയുടെയും അടുത്തേക്കെത്തിയ രുദ്രൻ അവരുടെ അടുത്തായി മുട്ടുകുത്തി താഴേക്കിരുന്നു. താഴെ കിടന്ന ഗംഗയുടെ തലയിലൊന്ന് തലോടിയ അവൻ തന്റെ കയ്യിൽ കിടന്നിരുന്ന ഇന്ദ്രനീലവള ഊരിയെടുത്ത് അവളുടെ വലത് കൈയിൽ അണിയിച്ചു. അതിൽ നിന്നും ഒരു നീലപ്രകാശം അവളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. മുകളിലേക്ക് ഉയർത്തിയ രുദ്രന്റെ കയ്യിൽ മിന്നൽ പിണരുകൾ ഓടി നടക്കുന്ന ഒരു ത്രിശൂലം പ്രത്യക്ഷപ്പെട്ടു. അവൻ കയ്യിലിരുന്ന ത്രിശൂലം കൊണ്ട് ഗംഗയുടെ കഴുത്തിൽ തറച്ചു നിന്നിരുന്ന അസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചു. രുദ്രൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിന്ന ആരുഷിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗംഗയുടെ കഴുത്തിൽ തറച്ചു കയറിയിരുന്ന അസ്ത്രം ത്രിശൂലത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. അവളുടെ കഴുത്തിലെ മുറിവ് ഉണങ്ങാൻ തുടങ്ങുന്നത് കണ്ട് വിശ്വസിക്കുവാനാവാതെ അവൻ കണ്ണുകൾ തുടച്ച് വീണ്ടും നോക്കി. അവൻ നോക്കി നിൽക്കെ പാടുപോലും ഇല്ലാത്ത വിധം ആ മുറിവ് ഉണങ്ങിക്കരിഞ്ഞ് ഇല്ലാതെയായി. ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റിരുന്ന ഗംഗ ആരുഷിനെ നോക്കി കണ്ണിറുക്കി. കൈകൾ നീട്ടി അവളെ വലിച്ചു തന്റെ നെഞ്ചിലേക്ക് ഇട്ടിട്ട് അവളുടെ മുഖം അവൻ ചുംബനങ്ങളാൽ മൂടി. ആ സമയം തൊട്ടപ്പുറത്ത് ബേരിയയും സഗായിയും ആ 2 യുവതികളും ചേർന്ന് അന്യഗ്രഹ ജീവികളായ വിചിത്ര രൂപികളെ വകവരുത്തി കഴിഞ്ഞിരുന്നു. തിരികെ ഗംഗയുടെയും ആരുഷിന്റെയും അടുത്തേക്ക് എത്തി അവരോട് അല്പം അകലെ കിടക്കുന്ന വില്ലും ജോൺസന്റെ ശരീരത്തിന് പുറകിൽ കെട്ടിവെച്ചിരുന്ന അവനാഴിയിലെ അവശേഷിക്കുന്ന 4 അമ്പുകളും എടുത്തുകൊണ്ടുവരാൻ രുദ്രൻ പറഞ്ഞു. കേട്ട ഉടനെ സഗായി ആ വില്ലും വസ്ത്രങ്ങളും എടുക്കുവാൻ വേണ്ടി ഓടുന്നത് കണ്ട് അല്പം ഒരു ആശങ്കയോടെ ചാടി എഴുന്നേറ്റ ഗംഗയുടെ കയ്യിൽ അവളുടെ വാള് പ്രത്യക്ഷപ്പെട്ടു. അവൾ വീണ്ടും ആരുഷിനെ ആക്രമിച്ചേക്കാമെന്ന് ഗംഗ പ്രതീക്ഷിച്ചതിന് വിപരീതമായി സഗായി ആ അസ്ത്രങ്ങളും വില്ലും എടുത്തുകൊണ്ടുവന്ന് രുദ്രനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. വാളും പിടിച്ച് തന്നെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന ഗംഗയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൾ ബേരിയയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. രുദ്രൻ തന്റെ കയ്യിലിരുന്ന ത്രിശൂലം കൊണ്ട് ആ അസ്ത്രങ്ങളിലും വില്ലിലും സ്പർശിച്ച മാത്രയിൽ അതും ആ ത്രിശൂലത്തിന്റെ ശക്തിയിലേക്ക് അലിഞ്ഞില്ലാതെയായി. മുകളിലേക്ക് ഉയർത്തി അവന്റെ ആ ത്രിശൂലത്തിലേക്ക് ആകാശത്തു നിന്നും മിന്നൽ പിണരുകൾ പാഞ്ഞു കയറി. രുദ്രൻ തന്റെ ആ ത്രിശൂലം ജോൺസന്റെയും ആൽബർട്ടിന്റെയും ആ അന്യഗ്രഹ ജീവികളുടെയും മൃതശരീരങ്ങൾക്ക് നേരെ ചൂണ്ടി. ആ ദിവ്യായുധത്തിൽ നിന്നും പാഞ്ഞ മിന്നൽപ്പിണരുകളുടെ ശക്തിയിൽ ആ ശവശരീരങ്ങളെല്ലാം കരിഞ്ഞ് ഭസ്മമായി മഴവെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. ഞങ്ങൾ ആരാണെന്നും ഇപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം എന്താണെന്നും ധ്രുവ മഹർഷി പറഞ്ഞത് കാണുമല്ലോ അല്ലേ? രുദ്രൻ ഗംഗയെയും ആരുഷിനെയും നോക്കി ചോദിച്ചു. അറിയാം, മാത്രമല്ല ചെറുപ്പത്തില് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഗംഗ പറയുന്നത് കേട്ട് ആരുഷ് അവളെ അത്ഭുതത്തോടെ നോക്കി. അവൾ പറയുന്നത് കേട്ട് പച്ചനിറമുള്ള കണ്ണുകളോടുകൂടി ആ യുവതി അവളെ നോക്കി ചിരിച്ചു. അതെ ആരു, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ അച്ഛനും അമ്മയും ചിറ്റയും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ കുളുമണാലിയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അന്ന് ട്രെയിനിൽ ഇവരും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ട ഈ പച്ചനിറമുള്ള കണ്ണുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ യുവതിയുടെ പച്ചനിറമുള്ള കൃഷ്ണമണികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ദിവ്യമായ വളകളുടെ പ്രത്യേകതകൾ കൊണ്ടാ അങ്ങനെ ഒരു നിറമായത്. അത് മാത്രമല്ല, ചിരഞ്ജീവികളായി ജരാനരകൾ ബാധിക്കാതെ ഇരിക്കാനുള്ള ശക്തിയും ഈ വളകൾക്കുണ്ട്. തന്റെ കയ്യിൽ കിടക്കുന്ന മരതക പച്ചവള കാണിച്ചുകൊണ്ട് ആ യുവതി പറഞ്ഞു. ഗംഗ തന്റെ കയ്യിൽ രുദ്രൻ ധരിപ്പിച്ച ആ ഇന്ദ്രനീല വളയിലേക്കൊന്ന് നോക്കി. അവളെ ദൂരിയെടുത്ത് അവനെ തിരിച്ചേൽപ്പിച്ചു. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാമെങ്കിലും ഒരിക്കൽ കൂടി പറയാം. എന്റെ ഈ ജന്മത്തിലെ പേര് ആദിത്ത്, ഇത് ദുർഗ. പച്ച കൃഷ്ണമണികളോടുകൂടി ആ പെൺകുട്ടിയെ ചൂണ്ടി അവൻ പറഞ്ഞു. പിന്നെ ഇത് ഭദ്ര. രണ്ടാമത്തെ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് രുദ്രൻ തുടർന്നു. നിങ്ങളുടെ പുനർജന്മം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇരുവരുടെയും ശരീരത്തിലേക്ക് ഇപ്പോൾ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ നാഗമാണിക്യങ്ങൾ ലോകനന്മയ്ക്ക് ഉപയോഗിക്കാനുള്ളതാണെന്ന് അറിയാമല്ലോ അല്ലേ?
അറിയാം, ആരുഷ് പറഞ്ഞു. ആ നാഗമാണിക്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുവാനും തിരികെ സ്വന്തം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുവാനും സാധിക്കും. എക്സോ പ്ലാനറ്റ് എന്ന ഗ്രഹത്തിൽ നിന്നും പണ്ടൊരിക്കൽ എൽസിന്റെ രാജ്യം ആക്രമിച്ച അന്യഗ്രഹ ജീവികൾ എൽസിന്റെ രാജ്ഞിയായിരുന്ന എൽവേരയെ തടങ്കല്ലിലാക്കിയിരിക്കുകയാണ്. അവരുടെ ഗ്രഹത്തിലേക്ക് പോകാൻ നിർമ്മിച്ചിരുന്ന ആ വോം ഹോള് ആ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ആ വോം ഹോൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ നാഗമാണിക്യങ്ങൾ ആവശ്യമാണ്. മാത്രമല്ല, ആ ഗ്രഹത്തിലേക്ക് ചെന്ന് രാജ്ഞിയെ മോചിപ്പിക്കുവാനും ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഞങ്ങൾക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സഹായ ചോദിച്ചത് കേട്ട് ഗംഗയും ആരുഷും മാത്രമല്ല ബേരിയയും അവളെ അത്ഭുതത്തോടെ നോക്കി. അവൾ ബേരിയയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് വന്നു. മുത്തശ്ശൻ പറഞ്ഞു കേട്ട പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ കഥയുടെ കൂടെ ചെറുപ്പത്തിലെ മുതൽ ഊട്ടി ഉറപ്പിച്ച പകയുടെ കനലുകളാ ഇത്രയും നാളും മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ പകയേക്കാൾ മഹത്തരമായ പലതും ഈ ഭൂമിയിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സഗായി പറഞ്ഞത് കേട്ട് ഗംഗ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ആലിംഗനം ചെയ്തു. സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവളും ഗംഗയെ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ കഴിവുകളും ശക്തികളും നിങ്ങൾക്ക് സഹായമാകുമെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും ആ രാജ്ഞിയുടെ രക്ഷയ്ക്കായി. ഗംഗയെ ചേർത്ത് നിർത്തിയിട്ട് അവൾ ബേരിയയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ജീവനാണ് സഖ. അവളുടെ ജീവൻ രക്ഷിച്ച നിങ്ങളുടെ സഹായം എന്നും എന്റെ മനസ്സിലുണ്ടാവും. ഗംഗയുടെ മുന്നിലെത്തി അവളെ നോക്കി തൊഴുതും കൊണ്ടാണ് ബേരി അത് പറഞ്ഞത്. വളരെ നല്ലത്. ആ വോം ഹോൾ പുനർനിർമ്മിച്ചാൽ പണ്ട് യുദ്ധകാലത്ത് ഭൂമിയിൽ അകപ്പെട്ടു പോയ അന്യഗ്രഹ ജീവികൾ തിരികെ ആ ഗ്രഹത്തിലേക്ക് പോകുവാൻ ശ്രമിക്കും. അവരെ നിങ്ങൾ 4 പേരും ചേർന്ന് നേരിടുകയാണെങ്കിൽ ആ ഗ്രഹത്തിൽ പോയി രാജ്ഞിയെ മോചിപ്പിക്കുവാൻ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം അവരുടെ സൈന്യത്തിലുണ്ടായിരുന്നവരാണ് ഇവിടെ അകപ്പെട്ടിരുന്നവർ മുഴുവനും. എക്സോ പ്ലാനറ്റിൽ അവശേഷിക്കുന്ന സൈനികരുടെ സഹായത്തിന് അവർക്ക് എത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജോലി എളുപ്പമായിരിക്കും. തീർച്ചയായും ഞങ്ങൾ തയ്യാറാണ്. ഗംഗയുടെ കൈയിലേക്ക് കൈ കോർത്തുകൊണ്ട് ആരുഷു പറഞ്ഞു. ഞങ്ങളും. അവരുടെ അടുത്തേക്ക് നിന്നിട്ട് സഗായിയും ബേരിയയും പറഞ്ഞു, എങ്കിൽ തയ്യാറായിക്കൊള്ളുക. വോം ഹോൾ നിർമ്മിക്കാൻ സമയമാകുമ്പോൾ ഞങ്ങൾ വരുന്നതായിരിക്കും. മാത്രമല്ല, അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്ക് വിട നൽകിയാലും. പറഞ്ഞു കഴിഞ്ഞതും രുദ്രനും ആ കുമാരിമാരും തിരികെ കൃഷ്ണപ്പരുന്തുകളുടെ രൂപത്തിൽ ചിറകുകൾ വീശി അവിടെ നിന്നും പറന്നകന്നു. തുടരും. ലവ് ഇൻ ഗോവ അവസാന ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.